വെറും 8 മാസമായ ബാറ്ററി ഡെഡായി. നിങ്ങൾക്കും നാളെ ഈ ഒരു അനുഭവം വരാം. എങ്ങനെ ഡെഡായെന്നല്ലേ? വാഹനത്തിൻ്റെ പാർക്ക് ലൈറ്റ് ആരോ ഓൺ ചെയ്തിട്ടു, ബാറ്ററി ചാർജ് കംപ്ലീറ്റ് തീർന്നതിന് ശേഷം ബാറ്ററി ഔട്ടായി പോയി, അതിനുശേഷം ബാറ്ററി 0 ആയിപ്പോയി. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം നിങ്ങൾക്കും ചിലപ്പോൾ നാളെ വന്നേക്കാം. പുതിയ ബാറ്ററി ആയാലും പഴയ ബാറ്ററി ആയാലും നമ്മൾ ഏതെങ്കിലും ലൈറ്റ് എന്തെങ്കിലും ഓഫാക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജ് കുറച്ച് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ അത് കത്തി നിന്ന് കഴിഞ്ഞാൽ ചാർജ് കംപ്ലീറ്റ് ആയി തീരും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കിടിലൻ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റാണ് ഗോ മെക്കാനിക് എന്നൊരു പ്രോഡക്റ്റ്. നമ്മുടെ വാഹനം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ കാറ്റ് എയർ ഔട്ടായി പഞ്ചറായി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇരുട്ടത്ത് പോയി പെട്ട് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഔട്ടായി പോയി കഴിഞ്ഞാലോ, ബാറ്ററി 0 ചാർജായി പോയി കഴിഞ്ഞാലോ, അത്ര ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഗോ മെക്കാനിക് എന്നൊരു പ്രോഡക്റ്റ്. ഇതിനകത്ത് 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടോർച്ച് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഉൾഭാഗങ്ങളൊക്കെ രാത്രി സമയങ്ങൾക്ക് ടോർച്ച് ആയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്കൊരു ഇത്തരത്തിലൊരു ലൈറ്റിംഗ് സംവിധാനം ഇതിനകത്തുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എയർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈ ഒരു പൈപ്പ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വാഹനത്തിനകത്ത് എയർ താൽക്കാലികത്തേക്ക് നമുക്ക് എയർ അടിക്കാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഒരു പവർ ബാങ്ക് പോലെ നമ്മൾ ചാർജ് ചെയ്ത് വെക്കണം. ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതേമാതിരി എന്തെങ്കിലും യൂസ് വരുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇതിൻ്റെ ബാറ്ററി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോയ സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ചെറിയ സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കീ പ്രസ് ചെയ്യുന്ന സമയത്തിന് ബട്ടൺ സ്റ്റാർട്ട് ജസ്റ്റ് കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു പൊട്ടൽ മാത്രം ചെറിയൊരു ടിക് ടിക് എന്നുള്ളൊരു പൊട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വെച്ചാൽ ഇതിന് ബാറ്ററി എഞ്ചിനിലേക്ക് സ്റ്റാർട്ടിംഗ് മോട്ടറിന് കൊടുക്കാനുള്ള പവർ ഇത് വരുന്നില്ല. ഓണാവുന്നുണ്ടോ? ക്ലസ്റ്റർ ഓണാവുന്നുണ്ടോ? ക്ലസ്റ്റർ കാര്യങ്ങളൊന്നും ഓണാവുന്നില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ ഈ ഇത്തരത്തിലൊരു ടൂള് നിങ്ങളുടെ കയ്യിൽ വാഹനത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അഥവാ ടയർ പഞ്ചറാവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ഡൗൺ ആകുമ്പോൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിളായിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സാഹചര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറികടക്കാൻ പറ്റും. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ചിലപ്പോൾ മുമ്പ് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഏതെങ്കിലുമൊക്കെ എന്നൊക്കെ ഒരുപാട് പേര് കസ്റ്റമേഴ്സ് വിളിച്ചു പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വാഹനം പാർക്ക് ചെയ്ത സമയത്ത് ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നുപോയി, ബാറ്ററി ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ്. സാധാരണ മാനുവലൊക്കെ ആണെങ്കിൽ നമുക്ക് തള്ളിയിട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഓട്ടോമാറ്റിക് വാഹനമാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ബാറ്ററി മാറ്റി വെക്കല്ലാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ യൂസും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു പ്ലസും മൈനസും ഉണ്ട്. ഈ റെഡ് വരുന്നത് പ്ലസും ബ്ലാക്ക് വരുന്നത് മൈനസും ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്ലസിനകത്തേക്ക് ഇതൊന്ന് കണക്ട് ചെയ്തിടാം. ബ്ലാക്ക് നമുക്ക് മൈനസിലൂടെ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഹോൾഡ് ഇതിനകത്തൊരു ഗ്രീനും റെഡിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരും. ഇത് കണക്ട് ആയി കഴിഞ്ഞാൽ ഗ്രീൻ മാത്രമായിട്ട് നിൽക്കും. ഇനി ഒന്ന് അടിച്ചാൽ സ്റ്റാർട്ട് ചെയ്തോ. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ 0 ആയിട്ടുള്ള ബാറ്ററി പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും വലിയൊരു എഞ്ചിന് ഇത്രയും വലിയൊരു ബാറ്ററി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ടൂള് നമ്മുടെ വാഹനം യൂസ് ചെയ്യുന്ന ആൾ, എസ്പെഷ്യലി ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്കിങ്ങനെ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ കൊണ്ടെടുക്കുന്ന പോലെ ഇങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റിയുള്ള പ്രൊഡക്റ്റാണത്. എനിക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയില്ല. കാരണം ഒട്ടുമിക്ക വാഹനങ്ങളും നമ്മുടെ ബാറ്ററി ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഗോ മെക്കാനിക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ബന്ധപ്പെടുക. ഗ്യാരണ്ടി വാറണ്ടി കിട്ടുമെന്നുള്ള കാര്യം സംശയമായിരിക്കും. നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ്ഫുൾ ആകുന്ന ഒരു പ്രൊഡക്റ്റാണ്. താങ്ക് യു.